നല്ല നാടൻ മത്തി വരിച്ചത് ഉണ്ടാക്കിയാലോ? അതിനായി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ചൂടായി അല്പം കടുവും ഉലുവയും കൂടി പൊട്ടിയ ശേഷം ഈ ചതച്ചതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് കുടംപുളി കുതിർത്ത വെള്ളവും 2-3 കഷ്ണം കുടംപുളിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കറിവേപ്പിലയും വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും ഇട്ട് തിളച്ച് വരുമ്പോൾ ക്ലീനാക്കി വെച്ച മത്തി അതിലേക്ക് ഇട്ട് വേവാനായിട്ട് അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. തവിയും സ്പൂണും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോൾ നല്ല അപാര ടേസ്റ്റുള്ള മത്തി വരിച്ച് റെഡിയായി.